സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില വൈകുന്നതോടെ ദുരിതത്തിലായ ആലപ്പുഴയിലെ നെൽകർഷകർ 74 ലക്ഷത്തോളം രൂപയാണ് 154 കർഷകർക്കായി സപ്ലൈകോ നൽകാനുള്ളത്. കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ നെൽ കർഷക സംരക്ഷണ സമിതി ആലപ്പുഴ കളക്ടറേറ്റിൽ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. 2023-24 വർഷത്തിൽ സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വിലയാണ് ആലപ്പുഴയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. 2024-25 ഒന്നാം വിളയുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ വർഷത്തെ തുക കർഷകർക്ക് നൽകിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ 154 കർഷകർക്കായി 74,56,483 രൂപയാണ് ഇപ്പോഴും കിട്ടാനുള്ളത്. കർഷകർ ബാങ്കുകൾ കയറിയിറങ്ങുമ്പോഴും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അധികൃതർ കൈയൊഴിയുകയാണ്. 2024-25 വർഷത്തെ ഒന്നാം വിളയുടെ നെല്ല് സംഭരണം ആരംഭിച്ച് 2 മാസം കഴിഞ്ഞിട്ടും സംഭരണ വില പ്രഖ്യാപിക്കാനോ വില നൽകാനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു. വിശാല കുട്ടനാട്ടിലെ കർഷകർ കടന്നുപോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഞങ്ങൾക്ക് സമയബന്ധിതമായി വിത്ത് കിട്ടുന്നില്ല. വിത്ത് കിട്ടിയാൽ അത് കിളുക്കുന്നില്ല. ഇപ്പോൾ കിളിർത്താൽ അത് വിതയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ വിത്തിൻ്റെ ലഭ്യതയെപ്പറ്റിയും അതിൻ്റെ കിളിപ്പുകേടിനെ പറ്റിയും തണ്ണീർമുക്കത്തെ ബണ്ടിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയും നെല്ലെടുപ്പ് വിഷയങ്ങളെപ്പറ്റിയും വിളിച്ചപ്പോൾ അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിനായി പാലക്കാടും ചേലക്കരയിലുമൊക്കെ ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആരോട് പറയും? ഒന്നാം വിളയുടെ കൊയ്ത്ത് നടക്കുന്നിടത്ത് ആവശ്യത്തിന് യന്ത്രം ഉറപ്പാക്കുന്നില്ലെന്നും നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ കൊയ്ത്തുകൂലി വാങ്ങുന്നുവെന്നും കർഷകർ ആരോപിക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിനു പുറമെ പുഞ്ചകൃഷിക്കായി നൽകിയ വിത്ത് കിളിർക്കാതെ വന്നതും കർഷകർക്ക് തിരിച്ചടിയായി. കടുത്ത പ്രതിസന്ധിയിലും കൃഷിയെ സ്നേഹിക്കുന്ന കർഷകരെ സർക്കാർ സംരക്ഷിക്കുന്നില്ല. ഇതോടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് കർഷകർ. ന്യൂസ് മലയാളം, ആലപ്പുഴ.